ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് രണ്ട് വ്യൂ പോയിൻറ്റ്സ് ആണ്. അതായത് ശ്രീനഗറിലേക്ക് പോകുന്ന വഴിയുള്ള രണ്ട് വ്യൂ പോയിൻറ്റ്സ്. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് സംഗം വ്യൂ പോയിൻറ്റിലേക്കാണ്. സംഗം വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന വഴിക്ക് മാഗ്നറ്റിക് ഹില്ലും സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടോ. മാഗ്നറ്റിക് ഹില്ലിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് കൂടി പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക അട്രാക്ഷൻ തോന്നും, ഉള്ളിലേക്ക് വലിക്കുന്ന പോലെ ഒരു അട്രാക്ഷൻ. അങ്ങനെ നമ്മൾ സംഗം വ്യൂ പോയിൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ആ ഒരു വ്യൂ. നല്ല രസമില്ലേ കാണാൻ. ശരിക്കും ഈ ഒരു സ്ഥലത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് രണ്ട് നദികൾ കൂടിച്ചേരുന്ന സ്ഥലം കേട്ടോ. ഈ ഭാഗത്തുനിന്ന് ഇൻഡസ് റിവർ ആണ് വരുന്നത്. അപ്പുറത്തെ ഭാഗത്തുനിന്ന് വരുന്നത് സൻസ്കാർ എന്ന് പറഞ്ഞ നദിയാണ്. ഇത് രണ്ടും കൂടി ചേർന്ന് ഒഴുകി പോകുന്നൊരു സ്ഥലമാണ് സംഗം വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും അവിടുന്ന് റൈഡ് തുടങ്ങി. അങ്ങനെ ഇനി നമുക്ക് പോകാനുള്ളത് നമിക്കാല വ്യൂ പോയിന്റിലേക്കാണ്. ഇതെല്ലാം നമ്മുടെ ഇറ്റിനറിയിൽ കവർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ എനിക്കെന്തോ വീഡിയോ എടുക്കാൻ തോന്നി. കാരണം ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. ആ ഒരു സ്ലോപ്പിലൂടെ ഈ റൈഡേഴ്സൊക്കെ ഇങ്ങനെ ലൈനായിട്ട് പോകുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു 8-9 സ്ലോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഓരോ സ്ലോപ്പും ഇങ്ങനെ കറങ്ങി പോകുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മൾ ഫൈനലി നമിക്കാല വ്യൂ പോയിൻ്റ് അടുത്ത് എത്തിയിരിക്കുകയാണ്. നമിക്കാല വ്യൂ പോയിന്റിൽ എത്തിയപ്പോൾ നമ്മൾ കുറച്ച് ശ്രീനഗറിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റിനെയൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ അവർ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, ഞങ്ങൾ ലേഹിൽ നിന്ന് പോകുന്നതായതുകൊണ്ട് ലേഹിൽ എങ്ങനെയാണ് ക്ലൈമറ്റ്, അവിടുത്തെ റോഡൊക്കെ എങ്ങനെയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും നല്ല അടിപൊളി വ്യൂ ആണ്, കണ്ടില്ലേ. സംഘം പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ നദികളൊന്നും കൂടി ചേർന്ന് കാണാൻ പറ്റില്ല. പക്ഷേ ഇതുപോലെ ഇങ്ങനെ കുറച്ച് എന്താ പറയുക, ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല സ്ഥലം.